നമ്മുടെ ഈ നേരത്തെയും ഞാൻ കായംകുളത്ത് സന്ദർശനം നടത്തിയിരുന്നു. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും വിവിധ ജനപ്രതിനിധികളും അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റികളും ഈ കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ വേണം എന്നുള്ളത് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം നിലവിലുള്ള ഹൈവേ അതുമൂലം ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടും. അതുകൊണ്ട് എലിവേറ്റഡ് ഹൈവേ അനുവദിക്കുകയാണെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയോജനകരമായിരിക്കും എന്നുള്ളതായിരുന്നു അന്ന് നിവേദനങ്ങളിലൂടെ എല്ലാവരും പറഞ്ഞിരുന്നത്. ഇക്കാര്യം നമ്മുടെ കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും നമ്മുടെ വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേവലം കായംകുളത്ത് മാത്രമല്ല, അവ കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചില സ്ഥലങ്ങളിലും ഇതേ ആവശ്യങ്ങൾ വേണമെന്ന് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം ഈ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കായംകുളം ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലും ഈ എലിവേറ്റഡ് ഹൈവേ അത് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇക്കാര്യത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും MLA MP-മാരും കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചത്. ഈ നാഷണൽ ഹൈവേയുടെ ആദ്യത്തെ അലൈൻമെൻറ്റ് കേന്ദ്ര സർക്കാർ അയച്ചു കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്, ജനപ്രതിനിധികളായ MLA-മാർക്കും MP-മാർക്കാണ്. ഇക്കാര്യത്തിൽ ഇവർ ഒന്നും ചെയ്തിട്ടില്ല. അവരിത് ഈ അലൈൻമെന്റ് ഇതിനോട് യാതൊരു പ്രതികരണവും അവർ നടത്തിയിട്ടില്ല. ഇപ്പോഴാണ് ഏറ്റവും ഒടുവിൽ, അതായത് ഈ ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നോക്കുന്ന സമയത്താണ് ഇപ്പം എല്ലാവരും ഉണർന്നത്. അതുകൊണ്ടുള്ള പ്രായോഗിക പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ഇത് കേരളത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം മാത്രമായിരുന്നു. പക്ഷെ ഇത് വൈകിപ്പോയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം സങ്കീർണമായത്. ഈ പ്രശ്നം സങ്കീർണമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഈ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണാധികാരികൾക്കും അതുപോലെ MLA MP-മാർക്കും ഉള്ളത്.